ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചിക്കൻ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മിക്സി ജാറിൽ 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇനി ഒരു സവാളയുടെ പകുതി ചേർക്കാം. അതിനുശേഷം 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അരങ്ങി വരണം. ഒരു പാനിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസ് നമുക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ തിരക്കുള്ള ടൈമിലൊക്കെ നമുക്കുണ്ടാക്കാൻ നല്ല എളുപ്പമാണിത്. നൈറ്റ് ടൈമിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് തികച്ച് വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കാം. കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സാൾട്ട് ചേർക്കാം. സാൾട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ, കാരണം നമ്മൾ ബസ്മതി റൈസ് വേവിക്കാൻ വെക്കുന്ന ടൈം സോൾട്ട് ചേർക്കും. അതുകൊണ്ട് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്താൽ മതിയാകും. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ബസ്മതി റൈസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഈ റൈസാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലഞ്ച് ബോക്സിലോട്ട് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കിട്ടിയത്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്